മനുഷ്യന്റെ കൗതുകങ്ങൾ പിന്നീട് കണ്ടുപിടുത്തങ്ങളായി. ആ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യകുലത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ കുസൃതി തരങ്ങളെ കണ്ടെത്തുന്ന 60 മിനിറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ 60 മിനിറ്റ്സിന്റെ ഈ എപ്പിസോഡിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് വഴിത്തല ശാന്തിഗിരി കോളേജ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിലെ 4 കുട്ടികളാണ്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് അഞ്ജലി മോഹൻ. ഞാൻ വഴിത്തലയിൽ നിന്ന് വരുന്നു. ഞാൻ ശാന്തിഗിരി കോളേജിൽ MCA അവസാന വർഷ വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് സുമി മോഹൻ. ഞാൻ വഴിത്തല ശാന്തിഗിരി കോളേജിൽ MCA അവസാന വർഷ വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് ബിബിൻ ജോസ്. എൻ്റെ വീട് പുറപ്പുഴ. ഞാൻ പഠിക്കുന്നത് വഴിത്തല ശാന്തിഗിരി കോളേജിൽ MCA അവസാന വർഷമാണ്. എൻ്റെ പേര് ലെബിൻ ബേബി. ഞാൻ പാലായിൽ നിന്ന് വരുന്നു. ഞാൻ വഴിത്തല ശാന്തിഗിരി കോളേജിൽ MCA അവസാന വർഷ വിദ്യാർത്ഥിയാണ്. നിങ്ങളെ 4 പേരെയും വളരെ സന്തോഷപൂർവ്വം ഈ ഒരു 60 മിനിറ്റ്സിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 4 പേരും MCA വിദ്യാർത്ഥികളാണ് അല്ലേ? അപ്പം നല്ല IQ ലെവലൊക്കെ ഉള്ള കുട്ടികളായിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ഒരുപാട് കളിചിരികൾ, തമാശകൾ ഒക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പൊട്ടിവിടേണ്ടത്. അതൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും നമുക്ക് അടിപൊളിയാക്കണം. ആരംഭിക്കാം. 60 മിനിറ്റ്സിന്റെ ആദ്യ റൗണ്ടിലേക്ക് കടക്കുന്നു. ഫ്രെയിം ടു ഫ്രെയിം. ഫ്രെയിം ടു ഫ്രെയിം റൗണ്ടിൻ്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് അറിയാം എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. ഫ്രെയിം ടു ഫ്രെയിം റൗണ്ടിൽ നിങ്ങൾക്ക് 4 പേർക്കും ഓരോ കോമഡി ക്ലിപ്പിംഗ് നിങ്ങൾക്ക് മോണിറ്ററിൽ കാണാൻ സാധിക്കും. 4 ചോദ്യങ്ങൾ, 4 ഉത്തരങ്ങൾ, ആകെ 20 മാർക്കാണ് ലഭിക്കുക. നമുക്ക് ആദ്യമായിട്ട് ഈ അവസരം വരുന്നത് അഞ്ജലിക്കാണ്. ആദ്യത്തെ ക്ലിപ്പിംഗ് കാണാം. മോണിറ്റർ ശ്രദ്ധിക്കും. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായില്ലേ? മേശപ്പുറത്തിരിക്കുന്നുണ്ടില്ലേ? ഇടോ എന്താടോ ഇത്? പൊങ്കല്. ഇടോ ഈ പൊങ്കലും വടയും ഊത്തപ്പല്ലാതെ വേറൊന്നും തനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലേ? എന്ത് വെച്ചെന്നാലും പിടിക്കുമല്ലോ. കേസരി ഉണ്ടാക്കി, ഒരു സ്പൂൺ തിന്നില്ല. പുളിയോദന ഉണ്ടാക്കി, തൊട്ടില്ല. തൈര് സാധം വേണ്ട, സാമ്പാർ സാധം വേണ്ട. ഈ തിരുപ്പൂരും ശരവണ മുതലാളിയും കൂടെ തന്റെ രുചികളൊക്കെ കളഞ്ഞു. ഇടോ കാലത്ത് കുളിച്ച് വന്ന് കഴിക്കാനിരിക്കുമ്പോ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആഹാരം ഉണ്ടാക്കി വെച്ചാൽ എന്താ തനിക്ക്? നല്ല കനം കുറഞ്ഞ ദോശ, ചമ്മന്തി, സോഫ്റ്റ് ഇഡലി, ഭൂരി. ഇന്ന് സത്യത്തിൽ എനിക്ക് പുട്ടും കടലയും കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ പൊങ്കലിന് വരെ അതായിരുന്നെങ്കിൽ ഞാൻ തനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നേനെ. എനിക്ക് നിങ്ങൾ ഉമ്മയും വേണ്ട, വാപ്പിയും വേണ്ട. മനസ്സിലുള്ള എന്താണെന്ന് പറയാത്ത മെഷീനൊന്നുമില്ല എൻ്റെ അടുത്ത് നിങ്ങളെ മനസ്സിലാക്കാൻ. അഞ്ജലി, സീൻ കണ്ടു? അഞ്ജലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരാ? മമ്മൂട്ടി. പക്ഷെ നമ്മൾ കണ്ടത് മോഹൻലാലിന്റെ ഒരു ചിത്രമാണ്. ഇത് ഏത് ചിത്രമാണ്? ഇന്നത്തെ ചിന്താവിഷയം. ആ സിനിമ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എത്ര തവണ? ഒരു 3-4 തവണ. ഒന്നിലധികം തവണ കണ്ട പടമാണ്. അപ്പൊ എന്തായാലും മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ശ്രമിക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. മാമുക്കോയ എന്താണ് പാചകം ചെയ്തു വെക്കുന്നത്? ആദ്യം പറയുന്നുണ്ടോ പേര്? പറഞ്ഞോളൂ. കിട്ടിയില്ല. ഞാൻ പറയട്ടെ. പൊങ്കൽ. കഷ്ടമായിപ്പോയി. ഏതായാലും സാരമില്ല, രണ്ടാമത്തത് പറയണം. മാമുക്കോയുടെ കഥാപാത്രത്തിന്റെ പേരെന്താണ്? ഷാജഹാൻ. വെരി ഗുഡ്, റൈറ്റ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം. മോഹൻലാൽ പറയുന്ന മുതലാളിയുടെ പേരെന്താണ്? ഒരു മുതലാളി എന്ന് പറഞ്ഞ ഒരാളുടെ പേര് പറയുന്നുണ്ട്. പേര് മറന്നുപോയി. അപ്പൊ ഞാൻ തന്നെ പറയാം. എനിക്ക് മാർക്ക് വരികയാണ് കേട്ടോ. ശരവണൻ മുതലാളി എന്നാണ് പറഞ്ഞത്. നാലാമത്തേത് നല്ല ഒബ്സർവേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു കാര്യമാണ്. ടേബിളിൽ എത്ര ചായ കപ്പുകളാണ് വെച്ചിരുന്നത്? ഇങ്ങനെ കപ്പ് അടുക്കിയടുക്കി വെച്ചിരുന്നു. 6. വെരി ഗുഡ്, നല്ല ഒബ്സർവേഷൻ. അപ്പോൾ 2 ശരി ഉത്തരങ്ങൾ നൽകി അഞ്ജലി 10 പോയിന്റുകൾ സ്വന്തമാക്കുന്നു. അഭിനന്ദനങ്ങൾ. ഫ്രെയിം ടു ഫ്രെയിം റൗണ്ടിൽ അടുത്ത അവസരം സുമിക്കാണ്. സുമിയുടെ ഇഷ്ട നടനാരാ? അങ്ങനെ പ്രത്യേകിച്ച് നടന്മാരൊന്നുമില്ല, എല്ലാവരും ഇഷ്ടമാണ്. നല്ല സിനിമകൾ നല്ല സിനിമകൾ ആസ്വദിക്കുന്ന ആളാണ്. അപ്പൊ എന്തായാലും നമുക്ക് ക്ലിപ്പിംഗ് കാണാം. നീ എന്താ കണക്ക് കൂട്ടണേ? അല്ല, രാവിലെ 9:30 ചക്കുമാഷ് പറഞ്ഞു. അതെ, പക്ഷേ 9 മണിക്ക് രാഹു തുടങ്ങും. അതിനെന്താ? കാലത്തെ ഇവിടുന്ന് 8:30 മണിക്ക് ഇറങ്ങിയാ പോരെ? പക്ഷെ ഇറങ്ങാൻ നേരത്ത് വല്ല കാക്കയെ പൂച്ചാണ് കണിയെങ്കിൽ അതിന് നീ വിഷമിക്കണ്ട, ഞാൻ വരാവിടാ. കാലത്തെ നീ കുളിച്ച് കുറിയിട്ട് വരുമ്പോ ഞാൻ ഈ പൂമുഖത്തുണ്ടാകും ഇങ്ങനെ. അതെന്താ? എന്നെ കണി കണ്ടാ കൊള്ളൂല്ലേ? കൊള്ളും. പക്ഷെ എങ്ങനെ കൊള്ളും, എവിടുന്ന് കൊള്ളും, എത്ര കൊള്ളും എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. എന്നാ നീ പോയി ആ വിഷുക്കണി ഞാനൂരെ വിളിച്ചോണ്ട് വാ. അല്ല പിന്നെ വിഷുക്കണി ജാനു. ഇതാരാ കസൻ? വാതിലെവിടെ? ഇതെന്താ ഇവനീ കാണിക്കണേ? ഒന്നുമില്ല, ആ ഗേറ്റിന്റെ അവിടെ ആരെങ്കിലും വരുന്നുണ്ടോന്ന് ചേച്ചി നോക്കി. ഇവന്റെ ഒരു കാര്യം.
അയ്യേ ഇവളെന്തിനാ ഇങ്ങോട്ട് വരണേ? ആരാ? ആ വിഷുക്കണി ജാനുവേ. ഈശ്വര. ശകുനത്തിൽ ആനയുടെ പിൻഭാഗം കാണുന്നത് ഐശ്വര്യം. എല്ലാം കഴിഞ്ഞു. അമ്മ ഇതാരെ കേറി വരണേ നോക്കി. നിക്കട്ടെ അവിടെ. നിനക്ക് എന്തായാലും ഇവിടെ കാര്യം? വേഗം ഇറങ്ങി പോയിക്കോ. അമ്മാവനെ നിന്നെ കണ്ടാലുണ്ടല്ലോ. ഓ അമ്മാവൻ പറഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നത്. അമ്മായി സദാനന്ദ നീ ഇത് കേട്ടോ? അമ്മാവൻ പറഞ്ഞിട്ടാ ഇവള് വന്നിരിക്കുന്നതെന്ന്. അമ്മായി വിഷമിക്കല്ലേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേക്കണ്ട. എന്താ പ്രശ്നം? വൃത്തിയായിട്ട മനുഷ്യൻ ഉടുപ്പൂടാൻ നടക്കുന്നുണ്ടില്ലേ? ആരാ കാണിക്കാനാ? സത്യം പറ, ഇവളോട് എന്തിനാ വരാൻ പറഞ്ഞത്? എന്താ കല്യാണം നീ പറയണേ? അമ്മാവനെ നില വിഷിക്കണി ജാനുവിനെ വിളിക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാനോ? എപ്പോ? സമയം ഓർമ്മയില്ല, പക്ഷെ പറഞ്ഞു. അയ്യോ, എന്റെ ഭഗവാനേ, സംഗീത ഉറപ്പില്ലാത്ത ആളാ. മതിയായില്ലേ നിനക്ക്? ഇറങ്ങി പൊടി വിടുന്നത്. എടിപൊടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ, ഞാൻ വെറുതെ വലിഞ്ഞു കയറി വന്നോളൊന്നുമില്ല. 50 രൂപ അഡ്വാൻസ് തന്ന് കാലത്ത് 8 മണിക്കൂടെ വരണമെന്ന് എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞോണ്ട് വന്നതാ. സുമി, ഏത് സിനിമയിലെ സീനാണ് നമ്മൾ കണ്ടത്? സദാനന്ദന്റെ സമയം. സുമി ഓർത്തോ ഇതാണ് ആദ്യത്തെ ചോദ്യം എന്ന് വിചാരിച്ചോ? ഇല്ല, വിചാരിച്ചില്ല. അതെല്ലാം നന്നായി, അത് തന്നെ അല്ലായിരുന്നു. അപ്പൊ എന്തായാലും ചോദ്യം ചോദിക്കാം. സദാനന്ദന്റെ സമയം എന്ന സിനിമ തന്നെയാണ്. ഒന്നാമത്തെ ചോദ്യമാണ്, വളരെ എളുപ്പമുള്ള ചോദ്യം. ജനാർദ്ദനൻ ആരെ വിളിച്ചോണ്ട് നിർത്താനാണ് പറയുന്നത്? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞ ജാനു. ജാനുവിന് മുമ്പൊരു എന്ത് ജാനു ആണ് അത് മുഴുവൻ പറയണം, എന്നാലേ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ കാണുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഒരു വലിയ ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട പേരാണ്. ഓക്കെ, എന്തായാലും ഉത്തരം ഞാൻ പറയാം. എന്താണ്? വിഷുക്കണി ജാനു. അതെന്താണ് വിട്ടുപോയത്? സാറില്ല. എന്തായാലും രണ്ടാമത്തെ ചോദ്യം, വിഷുക്കണി ജാനുവായി അഭിനയിക്കുന്ന നടിയുടെ പേരെന്താണ്? അതറിയില്ല. അറിയില്ല. ബീന എന്നാണ് ആ നടിയുടെ പേര്. മൂന്നാമത്തെ ചോദ്യം, സുകുമാരിയുടെ കഥാപാത്രത്തിന്റെ പേരെന്താണ്? പലതവണ അങ്ങനെ വിളിക്കുന്നുണ്ട് ജനാർദ്ദനൻ. ശാന്ത. അല്ലല്ലല്ല, ഞാൻ പറയട്ടെ, കല്യാണി. സുമി കുറച്ചുകൂടെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യേണ്ടതായിരുന്നു. എന്തായാലും നാലാമത്തെ ചോദ്യം, എത്ര മണിക്ക് പെണ്ണ് കാണാൻ പോകാമെന്നാണ് ചാക്കോ മാഷ് പറയുന്നത്? 9 മണിക്ക്. 9 തന്നെയാണോ കൃത്യമായി കേട്ടത്? ഒരല്പം വ്യത്യാസം വന്നു എല്ലാത്തിനും. 9:30, 9:30 ആയിരുന്നു ശരിയായ ഉത്തരം. അപ്പോൾ സുമിക്ക് എന്തോ ഒരു ചെറിയ ഒരു പ്രശ്നം ഈ റൗണ്ടിൽ പറ്റിയത് കൊണ്ട് നമുക്ക് പോയിന്റ്സ് ഒന്നും സ്കോർ ചെയ്യാൻ പറ്റിയില്ല. കാരണം സാറില്ല, ഇനി ഒരുപാട് റൗണ്ടുകളുണ്ട്. ഓക്കെ, അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. ഫ്രെയിം ടു ഫ്രെയിം റൗണ്ടിൽ അടുത്ത അവസരം ബിബിനാണ്. ബിബിന്റെ ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? ജയറാം. എന്താ ഈ ജയറാമിനെ ഇത്രയധികം സ്നേഹിക്കാൻ കാരണം? ഹൃദയസ്പർശിയായ സിനിമകളാണ് അദ്ദേഹം ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊന്നും അത്രയൊന്നും ചെയ്യാറില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ സിനിമകൾ തികച്ചും ഒരു യാഥാസ്ഥിതികമായ കഥാപാത്രങ്ങളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ മനസ്സിനക്കരയിലെ ജയറാമിന്റെ നിഷ്കളങ്കമായ ഒരു കഥാപാത്രമാണ്. ജയറാമിന്റെ സൗന്ദര്യം ഇഷ്ടപ്പെട്ടിട്ടല്ല, സൗന്ദര്യമല്ല, അദ്ദേഹത്തിന്റെ മുഖം പോലെ ഒരു നിഷ്കളങ്കമാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ. ഓക്കെ, എന്തായാലും നമുക്ക് അങ്ങനെ ഒരു സീൻ കിട്ടുമോ നോക്കാം. മോണിറ്റർ കണ്ടു നോക്കാം. തീർച്ചയായും. ആ നേരം നാവിൽ സരസ്വതി വിളയാടിയതുകൊണ്ടാ അപ്പ കുക്കാന്ന് പറയാൻ തോന്നി. അതുകൊണ്ട് മറിയാമ്മയുടെ മുമ്പിൽ എന്റെ മാനം പോയില്ല. എന്തിനാ ഞാൻ അച്ഛനെ ചീത്ത പറയണേ? എല്ലാം എന്റെ തെറ്റാ. ആകെ ഒരു അച്ഛനല്ലേ ഉള്ളൂ എന്ന് കരുതി കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തിയതാ കുഴപ്പമായത്. എന്റെ പൊന്നു പവി, നിന്നോട് ഞാൻ 10 പ്രാവശ്യം പറഞ്ഞല്ലോ, ആ നാരായണനെ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. അതാ നാരായണേട്ടനുമായിട്ടുള്ള കൂട്ട് വേണ്ടെന്ന് അച്ഛനോട് ഞാൻ എപ്പോഴും പറയണേ. ഒരു കാര്യം അച്ഛൻ മനസ്സിലാക്കണം. അച്ഛന്റെ വെറും 28ാമത്തെ വയസ്സ് തുടങ്ങിയ അച്ഛൻ എന്നെ കാണാൻ തുടങ്ങിയത്. പക്ഷെ ഞാനോ ജനിച്ച അന്ന് മുതൽ ഞാൻ അച്ഛനെ കാണാൻ തുടങ്ങിയതാ. അതുകൊണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ മോനെ, മുഴുവനും കേൾക്കണ്ട, കുറച്ചെങ്കിലും. വല്ലപ്പോഴും അച്ഛനൊന്ന് ഗുണദോഷിച്ച് നേരെയൊക്കെ സമയം കിട്ടുള്ളൂ. അത് സമ്മതിക്കില്ല. അപ്പോഴേക്കും എവിടെന്നെങ്കിലും ആരെങ്കിലും ശല്യപ്പെടുത്താനായിട്ട് കയറിക്കോളൂ. അവിടെ തന്നെ തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. നാരായണേട്ടൻ ഇന്ന് കണ്ടതേ ഇല്ലല്ലോ. പകലൊക്കെ എവിടെയായിരുന്നു? ഞാൻ സൗത്ത് അമേരിക്കയിലായിരുന്നു. ഇന്ന് കാലത്ത് ട്രിവാൻഡ്രം മേലും ഇങ്ങോട്ട് പോകുന്നു. എന്തേ? അല്ല, വരുന്ന വഴിക്ക് ഗണപതി കോവിലിൽ കയറിയിരുന്നോ? ഏത്തൊട്ടൊക്കെ അതിന്റെ മുട്ടൊക്കെ പൊട്ടിയിരിക്കുന്നു. നീ പോടാ മൂക്രാഞ്ച് മോറ. നിന്റെ തന്തയ്ക്ക് ഞാൻ പറയാത്തതേ, നിന്റെ തന്ത എന്ന് പറയുന്ന ആ എംബോക്ക് എന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. അതുകൊണ്ടാ അയാളെ വിളിക്കാൻ സംസാരിക്കണം. വിളിക്കൊന്നും വേണ്ട, ഞാൻ അച്ഛനെ ചീത്ത കൂട്ടിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ നീ എന്താ ഇവിടെ? എടാ, ഞങ്ങൾ ഒന്നിച്ച് സിംഗപ്പൂർ ഉണ്ടായിരുന്നപ്പോ
കൃഷ്ണൻകുട്ടി മേനോൻ എന്ന് പറയുന്ന നിന്റെ തന്ത എത്രയും തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. നിന്റെ കൂടെ എന്ന് കൂടി അന്ന് മുതൽ ഇയാൾ ഇത്രയും വൃത്തിയായിട്ടവനായി പോയത്. നീ മാറി, ഞാൻ ഒന്ന് കാണട്ടെ. വീടിന്റെ അകത്തേരെ അടിച്ചിട്ട് ഞാൻ മോനെ, നീ നിന്റെ അച്ഛനെ പൂശിയ? ആ പൂശും. മക്കളായ അച്ഛന്മാരെ പൂശും, തല്ലും, ശാസിക്കും, കൊല്ലും. അതൊക്കെ അവരുടെ നന്മയ്ക്ക് വേണ്ടിട്ടാ. ആരുടെ? അച്ഛന്മാരുടെ. പിള്ള ചവിട്ടിയാൽ തന്തയ്ക്ക് കേടില്ല എന്ന് കേട്ടിട്ടുണ്ടോ മിസ്റ്റർ നാരായൺ? ഹേയ്, അങ്ങനെയല്ലല്ലോ ആ പഴഞ്ചൊല്ല്. തള്ള ചവിട്ടിയ പിള്ളയ്ക്ക് കേടില്ലെന്നല്ലേ? അതൊക്കെ പണ്ട്. അപ്പൊ ഇപ്പൊ അത് മാറ്റിയാ? മാറ്റി. പിള്ള ചവിട്ടിയാൽ തന്തയ്ക്ക് കേടില്ല. മനസ്സിലായോ? ഇല്ല. അതാണ് ജനറേഷൻ ഗ്യാപ്പ്. ഇനി ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞ് കുടുംബത്തിൽ കയറിയിട്ടുണ്ടല്ല, ഞാനപ്പ എസ് ഐ മറിയാമേ വിളിക്കും. നീ എന്തിനാ മറിയാമേ വിളിക്കണേ? ലോകത്തുള്ള സകല സ്ത്രീ പീഡന കേസുകൾ നിങ്ങളുടെ തല കെട്ടിവെക്കാൻ പോലീസിലുള്ള എന്റെ ഹോൾഡ് എന്താണെന്നറിയോ മിസ്റ്റർ നാരായൺ? ഞാനിപ്പോ മറിയാമേ വിളിക്കണോ അതോ നാരായണേട്ടൻ പോണോ? നിനക്കിപ്പോ എന്താ വേണ്ടേ? മറിയാമേ വിളിക്കണം, അത്രയല്ലേ ഉള്ളൂ. നീ മറിയാമേ വിളിച്ചോ, ഞാൻ പോയിക്കോളാം. നിനക്ക് സന്തോഷായില്ലേ? എന്നെ ചെക്കൻ കൈ വിട്ടു പോയിട്ടോ.